പറഞ്ഞു വെക്കുവാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ ബോട്ട് ക്ലബ്ബുകളും ആവേശത്തിലാണ്, അവർ ആത്മവിശ്വാസത്തിലാണ്. 22 ബോട്ട് ക്ലബ്ബുകളും തങ്ങൾ തന്നെയും കപ്പ് ഉയർത്തുമെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിപ്പെടുന്ന 4 ചുണ്ടന്മാർക്ക് മാത്രമേ ഫൈനലിൽ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. അതിൽ തന്നെയും ഏറ്റവും കുറവ് സമയത്തിൽ ഫൈനലിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിപ്പെടുന്ന ഒരേ ഒരാൾക്ക് മാത്രമേ കപ്പ് ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. ഏതായാലും പുന്നമടയിലെ ഈ ജലരാശിക്ക് ഇന്ന് അല്പസമയത്തിനകം തീപിടിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ തീപിടിക്കുന്നത് ആ അത്യുജ്വലമായ ആവേശജനമായ കാഴ്ച കാണുവാൻ വേണ്ടി തടിച്ചുകൂടിയിരിക്കുകയാണ് കേരളത്തിന്റെ, ലോകത്തിന്റെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന നിരവധി മനുഷ്യർ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നു. അതിനൊപ്പം ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ആ കാഴ്ചയെ, ആ മത്സരത്തിന്റെ കാഴ്ചയെ ഏറ്റവും മികവുറ്റതാക്കുന്ന കമന്ററി കൂടിയാണ്. ഇവിടുത്തെ പ്രാദേശികമായ ചരിത്രത്തെ ഓർമ്മിച്ചുകൊണ്ട്, അതിന്റെ ഓരോ വള്ളങ്ങളുടെയും പ്രത്യേകതകളെ ഓർമ്മിച്ചെടുത്തുകൊണ്ട്, ഓരോ വള്ളത്തെയും തുഴക്കാരന്മാരുടെ ലോകം മുഴുവൻ തന്നെ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വള്ളം കളി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സംസ്കാരം കൂടിയാണ്. എന്തായാലും അതിലേക്ക് എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നെഹ്റു ട്രോഫി വള്ളം കളിയുടെ 72ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കുമെന്നുള്ളതാണ്. മാസ് ഡ്രില്ലും ചുണ്ടൽ വള്ളങ്ങളുടെ മത്സരവും തുടർന്ന് ഉണ്ടാകും. നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു വരാം. അതിനു മുൻപ് ചെറിയൊരു ഇടവേള.